പിലാത്തറയിൽ പിഞ്ചുകുഞ്ഞിനെ തട്ടിയെടുത്ത് ഭീതി സൃഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ ദുരൂഹതയൊഴിഞ്ഞില്ല. കാർ ആക്രമിക്കപ്പെട്ട 5 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടെന്നായിരുന്നു ആദ്യം പരാതിയിൽ നൽകിയിരുന്നത്. എന്നാൽ 55 ലക്ഷം രൂപ കൂടി കവർച്ച ചെയ്യപ്പെട്ടതായി രാത്രി കാറിന്റെ ഉടമ തലശ്ശേരിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അശോക് യശ്വന്ത് പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്നലെ രാത്രി 6:15-നാണ് റോഡരികിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തകർത്ത കാറിന് സമീപത്തായി വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടിരുന്നു. കാറിൽ രക്തക്കറയും കണ്ടതോടെ ആശങ്കയേറി. പെരിന്തൽമണ്ണയിലെ SSK ഗോൾഡ് വർക്ക്സ് ഉടമ മഹാരാഷ്ട്ര സ്വദേശി കുമാർ ജലീന്ദർനിക്കവും ഭാര്യയും 2 മക്കളും ഡ്രൈവറുമാണ് കാറിലുണ്ടായിരുന്നത്. തലശ്ശേരിയിലെ സുഹൃത്തിന്റെ കാറിൽ മഹാരാഷ്ട്രയിൽ നിന്നും തലശ്ശേരിയിലേക്ക് വരികയായിരുന്നു. 2 കാറുകളിലായി എത്തിയ 6-അംഗ സംഘമാണ് ആക്രമിച്ചതെന്ന് ഇവർ പറയുന്നു. കാർ തടഞ്ഞ അക്രമികൾ ഡോറും ഗ്ലാസും മാരകായുധങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. മാസങ്ങൾ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഇതിനിടെ അക്രമികളിൽ ഒരാൾ തട്ടിയെടുത്തു. ഇതുകണ്ട് കുമാറും ഡ്രൈവറും കാറിൽ നിന്നിറങ്ങിയപ്പോൾ കുട്ടിയെ തിരികെ നൽകി കാറുമായി കടന്നു. കാറിലുണ്ടായിരുന്ന ഭാര്യയെയും 4 വയസ്സുള്ള ആൺകുട്ടിയെയും 1 കിലോമീറ്റർ അകലെ ഇറക്കിവിട്ടു. ഇവർ ഓട്ടോറിക്ഷയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ തലശ്ശേരിയിലെത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ 6 പേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്.